അഴീക്കൽ തുറമുഖത്തിന്റെ ചാർജുള്ള അരുൺകുമാർ സാർ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാവുമ്പോൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കപ്പലിലെ വസ്തുക്കളെ തരംതിരിക്കും അത്രേ. അതായത് എ വിഭാഗത്തിൽ പെടുന്നത്, ബി വിഭാഗം, സി, ഡി, ഇങ്ങനെ ഒരു 6ഓളം മേഖലകളായിട്ട് തിരിക്കും എന്നാണ് പറയുന്നത്. അതായത് എ വിഭാഗത്തിൽ പെടുന്നത് നമ്മളെ സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ, പേപ്പർ, തടി, മരം, അങ്ങനെയുള്ള പ്ലാസ്റ്റിക്, ഇതെല്ലാം സോളിഡ് വിഭാഗത്തിലുള്ള ഒരു വിഭാഗമാക്കി അതിനെ മാറ്റും. രണ്ടാമത്തത് ലിക്വിഡാണ്, ദ്രവരൂപത്തിലുള്ള മറ്റു സാധനങ്ങൾ. മൂന്നാമത്തെ വിഭാഗം ഗ്യാസ് ആണ്. ഗ്യാസ്, വാതക രൂപത്തിലുള്ള സാധനങ്ങളെല്ലാം ഈ കപ്പലിലുണ്ടാവും. അതെല്ലാം മൂന്നാമത്തെ ഒരു വിഭാഗമാക്കി മാറ്റും. നാലാമത്തെ വിഭാഗം മെറ്റലാണ്, ലോഹങ്ങൾ കൊണ്ടുള്ള പലതരത്തിലുള്ള സാമഗ്രികൾ ഉണ്ടാവാം. അത്തരം കാര്യങ്ങൾ, ലോഹനിർമ്മിതമായ സാധനങ്ങൾ, ലോഹങ്ങളെല്ലാം ഈ നാലാമത്തെ വിഭാഗത്തിൽ. 5ഉം 6ഉം വിഭാഗത്തിൽ വിടുന്നത് കുക്കിംഗ് ഓയിൽ തുടങ്ങിയ മറ്റു സാധനങ്ങളൊക്കെയാണ് 5ാമത്തെ വിഭാഗം. 6ാമത്തെ വിഭാഗത്തിൽ ഇലക്ട്രിക് മെറ്റീരിയൽസ്. ഇങ്ങനെ 6 വിഭാഗമാക്കി അങ്ങോട്ട് തിരിച്ചതിന് ശേഷമാണ് ഈ തീ കെടുത്തുന്നതിന്റെ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കപ്പലിൽ ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാവും, കെമിക്കൽസ് അടക്കം ഉണ്ടാവും. ഇതിലെല്ലാം തീപിടുത്തം ഉണ്ടാകുന്നത് ഒരേ രീതിയിലല്ല. ഇപ്പൊ ഈ അഴീക്കലിൽ സംഭവിക്കുന്നതും കപ്പലിലെ തീപിടുത്തം തടയാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതാണ്. മെറ്റീരിയൽ, അതിനകത്തുള്ള കണ്ടെയ്നറിലുള്ള സാധനങ്ങളെല്ലാം ഒരേ തരത്തിൽ തീ കെടുത്താൻ കഴിയില്ല. ഒരു ഉദാഹരണം പറയാം. സോഡിയം എന്ന് പറയുന്ന സാധനം ഈ കപ്പലിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സോഡിയത്തിനെ വെള്ളം